ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, നിനിവാ നോമ്പിൻ്റെ ഈ വേളയിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ്. അതിപ്രകാരമാണ്: കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ലെറ്റ് എനി വൺ വിത്ത് ഇയേഴ്സ് ലിസൺ. Let anyone with ears listen. ഈ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ തലം കേൾവി, ഹിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. അന്ന് ധ്യാനിച്ചപ്പോൾ ഒരുവന് നല്ലതുപോലെ കേൾക്കണമെങ്കിൽ അവൻ എന്തെല്ലാം ചെയ്യണം? ഒന്ന്, അവൻ ലളിതമാകണം, കണ്ടന്റഡ് ആകണം. രണ്ടാമത് ഓർമ്മിപ്പിച്ചത് അവൻ്റെ വെസ്റ്റഡ് മോട്ടീവ്സ്, എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. അടുത്തത് ഓർമ്മിപ്പിച്ചത് വിവേചന ബുദ്ധി ഉണ്ടാകണം, ഡിസേൺമെന്റ് ഉണ്ടാകണം. നാലാമത്, അവൻ ഡിസേൺമെന്റ് ഉള്ളവനായി കഴിയുമ്പോൾ അവൻ ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ കാതോർക്കും, ദൈവം ഹൃദയത്തോട് സംസാരിക്കും. അഞ്ചാമത്, ദൈവിക നടത്തിപ്പിന്, ഡിവൈൻ പ്ലാന് വിധേയനായി ദൈവം മുന്നോട്ട് നയിക്കട്ടെ. ഗോഡ്സ് ഗൈഡൻസ് അതെനിക്ക് വളരെ സുപ്രധാനമാണെന്ന് ചിന്തിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമുക്കൊരു ക്രമീകരണം, ഒരു ഓർഡർ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. ഈ വേദഭാഗത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ആ രണ്ടാമത്തെ തലം കേവലം ഹിയറിംഗ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മനസ്സിലാക്കൽ. കേൾക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകണം, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകണം. അത് കേവലം ഒരു ലിസണിങ് അല്ല, ഹിയറിങ്ങും ലിസണിങ്ങും അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഈ ആശയം എത്തുകയാണ്. ആശയം എത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നമ്മുടെ ഇൻ്റലക്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ നിന്നും അതിനെ ഒരു വിസ്ഡം എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനു വേണ്ടുന്ന 5 കാര്യങ്ങൾ കർത്താവ് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നുള്ള അവൻ്റെ ആ വാക്കുകൾ നമ്മളോട് പറയുന്ന നമ്മുടെ കേൾവി എന്ന തലത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകേണ്ടുന്ന 5 കാര്യങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. ഒന്നാമത്, നമ്മൾ ഈ കേൾക്കാൻ തുടങ്ങുന്നു, അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കും വി ആർ പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ്. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല. ഇന്നത്തെ ഒരു ലോകം എല്ലാ മേഖലകളിലും പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയും സിസ്റ്റത്തിൻ്റെയും ലോകമാണ്. എല്ലാം പെർഫെക്റ്റ് ആകണം, എല്ലാം ബെസ്റ്റ് ആകണം. നമ്മളൊരു വീട് പണിതു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പ്രാർത്ഥിച്ചു, അതിനകത്തേക്ക് പ്രവേശിച്ചു, താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗ്രാജുവലി വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ മെനി പ്രോബ്ലംസ്. ഇലക്ട്രിക്കൽ വർക്കിൽ പ്രശ്നമുണ്ട്, പ്ലംബിങ്ങിൽ പ്രശ്നമുണ്ട്, ഫർണിച്ചറിൽ പ്രശ്നമുണ്ട്, അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ടെന്ന് വി ഗ്രാജുവലി റെക്കഗ്നൈസ്. നമ്മൾ വിചാരിക്കും ദിസ് ഈസ് എ പെർഫെക്റ്റ് ഹോം, എല്ലാം കൊണ്ടും ബെസ്റ്റാണ്. പക്ഷെ ഗ്രാജുവലി പ്രോബ്ലംസ് റൈസ് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് വി ആർ പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ്. ദാവീദ് രാജാവ്, മഹാനായ രാജാവ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്, ദുർബലരായ മനുഷ്യരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. 1 ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 8, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഗുഡ്, ഐ ആം ഗ്രേറ്റ് എന്ന് ചിന്തിച്ചു പോവുകയല്ല. ഞാൻ വൾണറബിൾ ആണ്, ലിമിറ്റഡ് ആണ്, എനിക്ക് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. പ്രോവേർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 16, സദൃശ്യവാക്യങ്ങൾ 24-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, സദൃശ്യവാക്യങ്ങൾ 24-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. നീതിമാനായ മനുഷ്യനും വീഴാൻ സാധ്യതയുണ്ട്, അവൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫെയിലുവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫൈനൽ,
ഇറ്റ് ഈസ് ദ ക്ലാസ് റൂം ഫോർ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നതിനുള്ള ഇടമാണ് നമ്മുടെ വീഴ്ചകൾ. നമ്മൾ എഴുന്നേൽക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ച് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരു മനുഷ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ കേപ്പബിലിറ്റീസിന് ലിമിറ്റേഷൻ ഉണ്ട്, എനിക്കതിന് പരിമിതിയുണ്ട്, എനിക്ക് ആരെയോ വേറെ ഒരു വലിയ ശക്തിയെ, ദൈവത്തെ ആശ്രയിക്കേണ്ടുന്നതുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അവന് മനസ്സിലാക്കാൻ പലപ്പോഴും പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ടെന്ന് തിരിച്ചറിയുകയാണ്. രണ്ടാമത്, എൻ്റെ ഉള്ളിൽ പ്രതിസന്ധി ഉണ്ട്, എനിക്ക് കുറവുകളുണ്ട്, പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ തിരിച്ചറിയും, ഞാൻ എന്തിനാണ് സെൽഫിഷ് ആകുന്നത്, മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത് എന്തിനാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മെയിൻ ക്യാരക്ടർ സിൻഡ്രോം. കർത്താവ് അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ അവിടെ ഏറ്റവും പ്രോമിനൻ്റ് പൊസിഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും ഷെയറിങ്ങും സബ്സ്ക്രിപ്ഷനും ഒക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എവിടെ ചെന്നാലും മെയിൻ ക്യാരക്ടർ ആകണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അതുപോലെ ഡിജിറ്റൽ കമ്പാരിസൺ ഇന്നുണ്ട്. ചിലരൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ പ്രോമിനൻ്റ് സ്റ്റാറ്റസിലേക്ക് കടന്നു വരും. നമുക്കൊട്ടും ഒക്കുന്നുമില്ല. ഇനി ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ സമയം, നമ്മുടെ സ്കില്ലുകൾ, ഇതെല്ലാം ഒപ്റ്റിമൈസ്ഡ് ആകാനും നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഞാൻ എൻ്റേത് സെൽഫിഷ് ആവുകയാണ്. ലോകത്തുള്ള ഒരു മനുഷ്യനും നന്നായില്ലെങ്കിലും ഞാൻ മാത്രം നന്നാകണം, സെൽഫിഷ് ആവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ തിരിച്ചറിയുകയാണ്, ഞാൻ സാധാരണ മനുഷ്യനാണല്ലോ, ബലഹീനനാണല്ലോ, കുറവുള്ളവനാണല്ലോ. അങ്ങനെ കുറവുള്ളവനായ ഞാൻ ഈ ദൈവികമായ അറിവുകൾ, കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ സെൽഫിഷ്നെസ്, സ്വാർത്ഥത അകന്നു പോകണം. സ്വാർത്ഥതയുള്ള മനുഷ്യരുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നു കിങ് സോൾ, ശൗൽ രാജാവ് അധികാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. വളർന്നു വരുന്ന ദാവീദിനെ എങ്ങനെയും അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. പവർ, ഡോമിനേഷൻ ആഗ്രഹിക്കുന്നു. ആഹാബ് രാജാവ്, ഭാര്യ ജിസബേൽ, ഇവർ രണ്ടുപേരും കൂടെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുകയാണ്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷേ സെൽഫിഷ് ആവുകയാണ്. എനിക്ക് വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനം 7-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സസ് 17-20, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൗലോസ്ലീഹ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അത് കഴിയുന്നില്ല. കാരണം ഉള്ളിലുള്ള പാപം, ജഡത്തിൻ്റെതായ പ്രശ്നം, ഫ്ലഷിൻ്റെതായ പ്രശ്നം, അത് കാരണം നന്മയെ പ്രവർത്തിക്കുവാൻ കഴിയാതെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. സ്പിരിച്വൽ ഡിസയറും ഹ്യൂമൻ നേച്ചറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനുഷ്യരല്ലേ, സെൽഫിഷ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ ബലഹീനനായ മനുഷ്യൻ തിരിച്ചറിയുകയാണ്, ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ ഡിസയർ വേഴ്സസ് ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ സെൽഫിഷ് ആവുകയാണ്. അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രോമിനൻസിന് വേണ്ടി, മെയിൻ ക്യാരക്ടർ ആകുന്നതിന് ഒക്കെ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്നും ഈ സ്വാർത്ഥത, സെൽഫിഷ്നെസ് മാറേണ്ടുന്നതുണ്ട്. നമ്മൾ സെൽഫിഷ് ആകുന്നതിൻ്റെ റീസണാണ് മൂന്നാമത്തെ തലം. നമുക്ക് ഒത്തിരി മുൻവിധിയുണ്ട്, പ്രെജുഡൈസ് ഉണ്ട്, ഒത്തിരി മുൻവിധികളുണ്ട്. അപ്പോൾ അബാൻഡൻ അവർ പ്രെജുഡൈസസ്, നമ്മുടെ മുൻവിധികളെയൊക്കെ മാറ്റണം. ഒരു വെസ്റ്റേൺ വേൾഡിൽ ജീവിക്കുന്ന നിങ്ങൾക്ക്, ഇന്ത്യയിലും ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഉണ്ട്, റേസിസം, കളറിസം, നാഷണലിസം, ഏജിസം, ഇങ്ങനെയുള്ള ഒത്തിരി ഇസങ്ങൾ ഇന്ന് ഉണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്, എങ്കിലും അതിന് ഇന്ന് ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. വംശീയത, വൈറ്റും ബ്ലാക്കും, ഏഷ്യനും കൊക്കേഷ്യനും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കളറിസം, നമ്മുടെ കളറിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ, നാഷണലിസം, അതൊക്കെ എല്ലാ മേഖലകളിലും ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏജിസം, പ്രായം കുറഞ്ഞവർക്ക് അധികം കേപ്പബിലിറ്റീസ് ഇല്ല, ദേ ആർ വെരി വൾണറബിൾ, അവർക്ക് സൊസൈറ്റിക്ക് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ പ്രായമുള്ളവർ യൗവനക്കാരെ കുറിച്ച് പറയുമ്പോൾ ശരിയല്ലല്ലോ,
മോശമാണ്, അങ്ങോട്ട് പോരാ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മുൻവിധികളോടുകൂടിയാണ് നമ്മൾ ഇടപെടുന്നത്. സൈബർ ബുള്ളിയിങ്, മറ്റുള്ളവരെ അവരുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടിച്ചമർത്തും, അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. ഇങ്ങനെയുള്ള മുൻവിധികളോടുകൂടിയ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നഥനിയേലിൻ്റെ അരികിൽ ഫിലിപ്പോസ് വന്നിട്ട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നഥനിയേൽ ചോദിക്കുന്ന ആദ്യ ചോദ്യം, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആ പ്രദേശത്ത് നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? നമുക്കും ഇങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള മുൻവിധികൾ, ആ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും നന്മയുണ്ടോ, എന്തെങ്കിലും ഗുണം അവിടെ നിന്നും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ മുൻവിധികളോടുകൂടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. യേശുക്രിസ്തു ഇപ്രകാരം ഒരു മുൻവിധിയെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ മുൻവിധി ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്. യഹൂദ സമൂഹത്തിൽ സ്ത്രീകൾ, വിമൻ, ചിൽഡ്രൻ, കുട്ടികൾ, ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാർ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വ്യഭിചാരികൾ അല്ലെങ്കിൽ വേശ്യകൾ, അടുത്തത് സാമരിറ്റൻസ്, ശമരിയാക്കാർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വളരെ ഡിസ്ക്രിമിനേറ്റീവായിട്ട് കണക്കാക്കിയിരുന്ന ഒരു പശ്ചാത്തലം. രോഗികൾ, സിക്കായിട്ടുള്ള ആളുകൾ, രോഗം അത് മാതാപിതാക്കളോ അല്ലെങ്കിൽ അവനോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് എന്നുള്ള രീതിയിൽ ഒക്കെ കണക്കാക്കി ഡിസ്ക്രിമിനേഷൻ നടത്തിയിരുന്ന പശ്ചാത്തലം. അപ്പോൾ സമൂഹത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉള്ളപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ടേബിൾ ഫെലോഷിപ്പ് സ്വീകരിച്ചു. പന്തി ഭോജനം, അല്ലെങ്കിൽ ഇവരോടൊക്കെ ചേർന്ന് നിന്ന് ഭക്ഷണം കഴിച്ചു. യേശുവിനെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, ഇവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോഴാണ് അവൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കുവാനാണ്, അവർക്ക് പ്രാണങ്ങളെ കൊടുക്കുവാനാണ്, ആരെയും നശിപ്പിക്കുവാനല്ല. രോഗികൾക്ക് വൈദ്യനെ ആവശ്യമുണ്ട്, അപ്രകാരം ഇവർക്ക് സ്വർഗീയ വൈദ്യനായ എന്നെ ആവശ്യമുണ്ട് എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ടേബിൾ ഫെലോഷിപ്പ്, എല്ലാവരെയും ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. എല്ലാവരും ദൈവ സൃഷ്ടിയാണ് എന്ന ബോധ്യത്തിൽ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകളോ വികലതകളോ ഉണ്ടെങ്കിൽ അത് യുക്തമായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും തിരുത്തുന്നതിന് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അവർ തിരുത്തി വരുമ്പോൾ ഏറെ ആദരവോടുകൂടെ അവരെ ഉൾച്ചേർക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുൻവിധികളെ മാറ്റിവെച്ച് മനുഷ്യരെ അഭിസംബോധന ചെയ്യുവാൻ, സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കഴിയും. അപ്പസ്റ്റോലിക് ചർച്ചിൽ ആദിമസഭയിൽ നേരിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജെന്റൈൽസ്, വിജാതീയരെ സഭയിലേക്ക് എങ്ങനെ എടുക്കാം. അപ്പോൾ ആ പ്രശ്നം നേരിട്ടപ്പോൾ പത്രോസ് ശ്ലീഹായ്ക്ക് ഒരു മുൻവിധി ഉണ്ടായിരുന്നു. പത്രോസ് ശ്ലീഹ ഒരു ജൂവിഷ് ഓറിയന്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ആക്ട്സ് ചാപ്റ്റർ 10 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു ദർശനമുണ്ടാകുകയും പീറ്റർ തൻ്റെ അപ്രോച്ച് മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി, എല്ലാവരെയും ഉൾച്ചേർക്കുന്ന ഒരു സഭാസമൂഹം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മുൻവിധികളെ മാറ്റി സ്നേഹത്തിൽ ക്രിസ്തുവിൽ ഒന്നാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 27-28 വാക്കുകളിൽ ജൂ, ജെന്റൈൽ, മാസ്റ്റർ, സ്ലേവ്, മെയിൽ, ഫീമെയിൽ, ഇങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻസ്, ആ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്, പക്ഷെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ദൈവ സൃഷ്ടിയാണ്, എല്ലാവരെയും ദൈവം മുമ്പാകെ തുല്യരാണ്. ദൈവം എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുന്നു. കുറച്ചുപേരെ മാത്രമല്ല, എല്ലാവരെയും തന്നിൽ വിശ്വസിച്ച് തിരുശരീര രക്തങ്ങളിലെ പങ്കാളികളായി നിത്യജീവന്റെ അനുഭവത്തിൽ സഭയിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ദൈവരാജ്യത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം സാധ്യമാക്കും എന്നുള്ളതാണ് നാം അറിയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ കേവലമായ കേൾവി, ഹിയറിങ്ങിൽ നിന്നും ലിസണിങ്ങിൽ കൂടി അവൻ്റെ ഹൃദയത്തോട് ഇത് സംവേദിക്കുവാൻ തുടങ്ങുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് തലത്തിലേക്ക് വരുമ്പോൾ അവനുണ്ടാകുന്ന മാറ്റമാണ്. അവൻ ആദ്യം തിരിച്ചറിയും, എനിക്കെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും വിലയിരുത്താൻ ഒക്കുന്നില്ലല്ലോ, ഐ ആം പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ്, തെറ്റുകളൊക്കെ എനിക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ തെറ്റുകൾ വരുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ അവൻ ബലഹീനതയെക്കുറിച്ച് ബോധ്യമുള്ളവൻ.
ബലഹീനതയെക്കുറിച്ച് ബോധ്യമുള്ളവനാകുമ്പോൾ അവൻ ചിന്തിക്കും, എൻ്റെ ഉള്ളിൽ ഒത്തിരി സെൽഫിഷ് ആറ്റിറ്റ്യൂഡുകളുണ്ട്, ഒത്തിരി സ്വാർത്ഥത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഞാൻ മെയിൻ ക്യാരക്ടറാകാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഒരല്പം മാറി മെഡിറ്റേറ്റീവായിട്ട് നന്മയെ സ്വീകരിക്കേണ്ടതുണ്ട്, എനിക്ക് ആരുമായിട്ടും ഒരു സെൽഫിഷ് അപ്രോച്ച് വേണ്ട, എനിക്കുള്ളതിൽ തൃപ്തിപ്പെടുക. അത് കഴിഞ്ഞിട്ട് അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ ഒത്തിരി മുൻവിധികളുണ്ട്, ഞാൻ എല്ലാവരെക്കുറിച്ചും ഓരോ കാലങ്ങളെയും സമയങ്ങളെയും സ്ഥലത്തെയും വ്യക്തികളെയും കുറിച്ചൊക്കെ മുൻവിധിയോടുകൂടിയാണ് കാണുന്നത്. അവരെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. എൻ്റെ മിയർ അപ്പിയറൻസസ് മാത്രം നോക്കി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്കതല്ല, എനിക്കൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അവൻ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ 4ാമത്തെ ഘട്ടത്തിലേക്ക് വരും. 4ാമത്തെ ഘട്ടം സറണ്ടർ യുവർ ഈഗോ. നമുക്ക് അഹംഭാവമുണ്ട്, ഈഗോയുണ്ട്. നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, ഓ അച്ചായൻ മിടുക്കനാണ്, അവൾ മിടുക്കിയാണ്. എൻ്റെ മക്കളുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു വാലിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പള്ളിയിൽ വരുമ്പോൾ, വൈദികരുടെ മുമ്പിൽ, നമ്മുടെ എല്ലാ സദസ്സുകളിലും ഞാൻ മിടുക്കനാണ്, എൻ്റെ ഈ ഭാവത്തിന് ഒരു കോട്ടലും തട്ടരുത്, എന്നെ ആരും തിരുത്തരുത്, ആരും എന്നെ ഒബ്ജക്റ്റ് ചെയ്യരുത്, എൻ്റെ ഒപ്പീനിയനുകൾ, എൻ്റെ സജഷൻസ് അതെല്ലായിടത്തും വാല്യുബിളായിട്ട് സ്വീകരിക്കപ്പെടണം, അക്സെപ്റ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ തലക്കനം, മലയാള ഭാഷയിൽ പറഞ്ഞ തലക്കനം വെച്ചിട്ടുള്ള മനുഷ്യർ, ഗ്രാവിറ്റിക്ക് ഒപ്പോസിഷനിലായിട്ട് പോകുന്നവർ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നവർ, ബലൂണിൽ എയർ നിറച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മനുഷ്യർ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന മനുഷ്യരാണോ നമ്മൾ അങ്ങനെയെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ പറയുന്നത്, ഞാനോ കുറയണം, അവനോ വളരണം. ഐ മസ്റ്റ് ഡിക്രീസ്, ഞാൻ കുറയണം, എന്നെ അല്ല കർത്താവിനെയാണ് പ്രധാനം എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരേണ്ടുന്നതുണ്ട്. സദൃശവാക്യങ്ങൾ 16-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രൈഡ് ബിഫോർ ഫോൾ, വീഴ്ചയ്ക്ക് മുൻപ്. പ്രോവർബ്സ് ചാപ്റ്റർ 16 വേഴ്സസ് 18. വീഴ്ചയ്ക്ക് മുമ്പ്, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. വീഴുന്നതിന് മുൻപ് നമുക്ക് ഉന്നത ഭാവം പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ബി ഹംബിൾ, വിനയാന്വിതരാവുക. ഗോഡ് വിൽ ലിഫ്റ്റ്. നമ്മൾ ശാന്തരായി പക്വരായി തീരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. യാക്കോബ് ശ്ലീഹ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് നാം കാണുന്നുണ്ട്. ബി ഹംബിൾ, ഗോഡ് വിൽ ലിഫ്റ്റ് യു. ദൈവം നമ്മളെ ഉയർത്തും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പൊങ്ങച്ചക്കാരനായിട്ട് അഹംഭാവത്തോടുകൂടി, ധാർഷ്ട്യത്തോടുകൂടി, ഈഗോയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് സബ്ലിമേറ്റ് ചെയ്ത്, ഒന്ന് സറണ്ടർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒന്ന് നമുക്ക് വേണ്ടുന്നത്, നമ്മൾ തെറ്റുകാര്, കുറ്റക്കാര്, കുറവൊക്കെ ഉള്ളവരുള്ള സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിൽ സെൽഫിഷ് ഉണ്ട്, നേച്ചറുണ്ട്, അതൊന്ന് മാറ്റണം. മുൻവിധികളുണ്ട്, പ്രജഡൈസസ് ഒക്കെ ഉണ്ട്, മുൻവിധികൾ, ആ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റണം. ഈഗോയുണ്ട്, ആ ഈഗോ ഒന്ന് സറണ്ടർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പുതിയ രൂപം കിട്ടും, പുതിയ ഭാവം കിട്ടും, നമ്മുടെ അപ്രോച്ചസ് ഒക്കെ മാറും, നമ്മുടെ സംഭാഷണം, കോൺവെർസേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒന്ന് മാറും. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും ബ്യൂട്ടിഫുൾ വേർഡ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും ബിൽഡപ്പ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിയാകണം എൻ്റെ പദ്ധതി. ഗോഡ്സ് പ്ലാൻസ് ഷുഡ് ബി അവർ പ്ലാൻ. നമ്മുടെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാകണം. ഇന്ന് എല്ലാവരും സെൽഫ് ഡിറ്റർമിനേഷൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തന്നെ തീരുമാനിക്കണം, ഞാൻ തന്നെ നിശ്ചയിക്കണം, ഞാൻ കണ്ടെത്തുന്നതാണ് ശരി. സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മേലെല്ലാം മാസ്റ്ററി എല്ലാവർക്കും വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞാനാണ് ബ്രില്യൻറ്റ്, എനിക്കെല്ലാത്തിൻ്റെയും മേൽ ഒരു പവർ വേണം, ഡോമിനേഷൻ. ഫാമിലി ലൈഫിൽ എൻ്റെ സ്പൗസിൻ്റെ മേൽ, ചിൽഡ്രൻ്റെ മേൽ, മാതാപിതാക്കളുടെ മേൽ, ഓഫീസിൽ, എല്ലായിടത്തും എനിക്കൊരു മാസ്റ്ററി വേണം, എല്ലായിടത്തും ഞാൻ പ്രൈം ആയിരിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 13 ഓൺവേർഡ്സ്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും
എന്ന് പറയുന്നവരെ കേൾപ്പിൻ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നമുക്കറിയത്തില്ല നാളത്തെ എന്താണെന്ന്, നെക്സ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവിടെ ഒരു ഈവനിങ് ടൈമാണ്, മോർണിംഗ് നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടപ്പിലാകേണ്ടത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കും, ദൈ വിൽ ബി ഡൺ, നിന്റെ ഹിതം നടപ്പിലാകണമേ. കർത്തൃ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നതാണ്, ദൈവമേ നിന്റെ പദ്ധതി, നിന്റെ ആഗ്രഹം, നിന്റെ ഹിതം, നിന്റെ പ്ലാൻ അത് നടപ്പിലാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ദിവസവും പല ആവർത്തി പ്രാർത്ഥിക്കുന്നവരാണ്. കന്യകമറിയാം ഉത്തമ മാതൃകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി, നിന്റെ ഹിതം എന്നിൽ നടപ്പിലാകട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുന്ന കന്യകമറിയാമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇത് യോനായുടെ പുസ്തകവുമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. യോനയെ സംബന്ധിച്ചിടത്തോളം യോനയ്ക്ക് ഒരു മിസ്റ്റേക്കും ഇല്ല. ഐ ആം ഗുഡ്, ഐ ആം ഗ്രേറ്റ് എന്ന ചിന്തയിൽ നിൽക്കുന്ന ഒരു പ്രൊഫറ്റാണ് യോന. ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, മുൻകാലത്തും പ്രവചനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ യോന അവൻ്റെ ഭാവത്തിൽ മിടുക്കനാണ് എന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷേ യോനയ്ക്ക് തെറ്റുകൾ പറ്റുന്നു, കുറവുകൾ പറ്റുന്നു, നമ്മളെപ്പോലെ ഉള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത്, ദൈവമേ ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതൊന്നും തിരിച്ചറിയത്തില്ല. കർത്താവേ, ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ്, ദുർബലരായ മനുഷ്യരാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാമത്, യോനയ്ക്ക് സെൽഫിഷ്നെസ് ഉണ്ട്. എൻ്റെ കാര്യം, എൻ്റെ ഉറക്കം, എൻ്റെ തണൽ, എൻ്റെ ആശ്വാസം എല്ലാം സെൽഫിഷായിട്ടാണ് യോന കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കണം, നമുക്ക് സ്വാർത്ഥതയെ മാറ്റിവെക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയെ അകറ്റണമേ. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും, ഞങ്ങളൊരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് നമുക്കൊരു 100% ഒരിക്കലും നമ്മുടെ തന്നെ ഒരു വർക്കിൽ മാറ്റാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ഗ്രേസ് എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. ദൈവമേ എൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥതയെ, സെൽഫിഷ് നേച്ചറിനെ മാറ്റണമേ. അതുപോലെ യോനയ്ക്ക് മുൻവിധികളുണ്ട് നിനിവയക്കാരെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ റേസിസവും നാഷണലിസവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുൻവിധികളെ മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ മനുഷ്യരെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, ഇടങ്ങളെക്കുറിച്ച് ഒക്കെ മുൻവിധികളുണ്ട്. ഞങ്ങൾ നേരത്തെ അങ്ങ് തീരുമാനിച്ചു വച്ചിരിക്കുക ഇതിങ്ങനെയാണെന്ന്. അങ്ങനെയുള്ള മുൻവിധികളെയൊക്കെ ഒന്ന് മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. യോനയെ സംബന്ധിച്ച് അടുത്ത പ്രശ്നം യോനയുടെ ഈഗോയാണ്. ഈഗോ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരികയാണ്. അഹംഭാവം, ഞാൻ കേവനാണ്, ശ്രേഷ്ഠനാണ്, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം, ദൈവം പോലും ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന നിലയിലേക്ക് പോകുമ്പോൾ യോന ഒരൽപ്പം പ്രൈഡായിട്ട് മാറുകയാണ്. സോ ബി ഹംബിൾ. ദൈവമേ ഞങ്ങളുടെ ഉള്ളിലുള്ള അഹംഭാവത്തെ നീ ഒന്ന് മാറ്റണമേ, ഞങ്ങളെ വിനയാന്വിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തത്, യോനയ്ക്ക് യോനയുടേതായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി യോനയോട് പറഞ്ഞപ്പോഴും യോനയ്ക്ക് യോനയുടെ പദ്ധതികളുണ്ട്. യോനയുടെ പദ്ധതികളെല്ലാം വീണു പോകുന്നത്, ഫെയിലിയർ ആകുന്നതാണ് നാം കാണുന്നത്. കാരണം നമുക്കെല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. നമുക്കതിനുള്ള ഒരു ബുദ്ധിയും പ്രാപ്തിയും ഒന്നും നമുക്ക് അത്രത്തോളം ഇല്ല. അത്രയും എക്സൽ ഒന്നും അല്ല നമ്മൾ കുറവുള്ളവരാണ്. നമുക്ക് എല്ലാത്തിൻ്റെ മേൽ മാസ്റ്ററി ഒന്നുമില്ല. സോ യോനയ്ക്ക് പറ്റുന്ന പ്രതിസന്ധി, യോന സ്വന്തം പദ്ധതി അത് പ്രധാനം, ദൈവത്തിൻ്റെ പദ്ധതി അതിപ്പോൾ അങ്ങ് മാറ്റി വച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങ് മറന്നേക്കാം എന്നുള്ള ചിന്തയിൽ യോന പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് വീഴ്ചകൾ വരാം. കർത്താവ് പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ കേൾക്കുന്നവരുടെ ആദ്യത്തെ തലം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. രണ്ടാമത്തെ തലം, അത് ഹൃദയത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്, നമുക്ക് സ്വാർത്ഥതയുണ്ട്, അത് മാറ്റണം. നമുക്ക് മുൻവിധികളുണ്ട്, അത് മാറ്റണം. നമുക്ക് ഈഗോയുണ്ട്, അഹംഭാവമുണ്ട്, അത് മാറ്റണം. അങ്ങനെ അത് മാറ്റിക്കഴിയുമ്പോൾ, നമ്മുടെ കുറവുകളൊന്ന് മാറ്റിക്കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും, തിരിച്ചറിയും, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപാകെ ഞാൻ സറണ്ടർ ചെയ്യണം, ഞാൻ സബ്മിറ്റ് ചെയ്യണം, ഞാൻ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് മുൻപാകെ വിധേയനാകണം എന്ന ചിന്ത നമുക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ തലത്തിലേക്ക് നാം പ്രവേശിക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഹിയറിങ്, ലിസണിങ്.
രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ്. മൂന്നാമത്തെ തലം കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ കേവലം അങ്ങ് കേട്ടുപോവുകയല്ല, അത് ആക്ച്വലൈസേഷൻ നടത്തണം, അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ അനുദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിയുക, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്ന് നാളത്തെ ദിവസം നമുക്ക് ധ്യാനിക്കാം, ചർച്ച ചെയ്യാം. 2 കാര്യങ്ങളാണ് 2 ദിവസങ്ങളിലായിട്ട് ഓർമ്മിപ്പിച്ചത്. ഒന്നാമത് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതിൻ്റെ ഒന്നാമത്തെ ആശയം നല്ലതുപോലെ കേൾക്കാൻ ഒരുങ്ങുക. 2, ഈ കേട്ട കാര്യം ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് രൂപപ്പെടുകയും പ്രവർത്തനത്തിലേക്ക്, പ്രാക്സിസിലേക്ക് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് വേണ്ടുന്ന, ഒരു സ്പിരിച്വൽ ബീയിങ് എന്ന നിലയിൽ നമുക്ക് വേണ്ടുന്ന മാറ്റം എന്ത് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നാളെ നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെ ഇത് ആക്ച്വലൈസേഷനിലേക്ക്, പ്രായോഗികതയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്ന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.